എല്ലാവർക്കും നമസ്കാരം. KAS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ജോഗ്രഫി സബ്ജക്റ്റിൻ്റെ സിലബസ് ഡീപ്പ് കോഡിംഗ് ആണ് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ജോഗ്രഫിയിൽ മൊത്തം പോർഷൻ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, പിന്നെ വേൾഡ് ജോഗ്രഫി ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫിസിക്കൽ ജോഗ്രഫീനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് ഇന്ത്യ, ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ, സോയിൽസ്, ഡിസാസ്റ്റേഴ്സ് എന്നിങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യയിൽ വരുന്ന മൗണ്ടെയ്ൻസ് ആണ്. മൗണ്ടെയ്ൻസിൽ ഹിമാലയൻ മൗണ്ടെയ്ൻസ് നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാം. ഹിമാലയാസ് പഠിക്കുമ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫോർമേഷൻ പഠിക്കണം. ഫോർമേഷൻ പഠിക്കുകയാണെങ്കിൽ ഫോർമേഷൻ്റെ മുമ്പ് കുറച്ച് ഹിസ്റ്ററിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ജോഗ്രഫിയുടെ ഹിസ്റ്ററി, അതായത് എങ്ങനെയാണ് കോണ്ടിനെൻറ്റ്സ് ഫോം ചെയ്തത് എന്നുള്ള ചെറിയൊരു ചരിത്രം നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ ഫോർമേഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത് കോണ്ടിനെൻ്റൽ ഫോർമേഷൻ്റെ ഡീറ്റെയിൽസാണ്. നിലവിൽ കോണ്ടിനെൻ്റൽ ഫോർമേഷന് ബേസ് ചെയ്തിട്ട് 3 തിയറികളാണുള്ളത്. ഒന്നാമത്തേത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, രണ്ടാമത്തേത് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, മൂന്നാമത്തേത് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ്. ബാക്കിയുള്ളത് നമുക്ക് ലേറ്റർ ക്ലാസ്സസിൽ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാപ്പാണ് നിലവിലുള്ള മാപ്പ്. ഇപ്പോൾ ഈ വേൾഡ് മാപ്പിനാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തുള്ള ഓരോരോ കോണ്ടിനെൻസും ചെറിയ പസിൽ പീസസ് കിടക്കും പോലെയാണ് ഉള്ളത് അല്ലേ. അതായത് സൗത്ത് അമേരിക്കയുടെ ഈ പോർഷൻ, ആഫ്രിക്കയുടെ വെസ്റ്റേൺ പോർഷൻ, ഇത് രണ്ടും കൂടെ ഫിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവുന്ന പോലെ തോന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സൗത്ത് അമേരിക്കനെ നീക്കിയിട്ട് ഈ ആഫ്രിക്കയുടെ ഈ ഗ്യാപ്പിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ ആവുന്ന പോലെ തോന്നും ഇല്ലേ? അതായത് യഥാർത്ഥത്തിൽ ഒരു 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു കോണ്ടിനെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നത്, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അതിനുശേഷം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കോണ്ടിനെൻ്റ്, അതായത് ഈ സൂപ്പർ കോണ്ടിനെൻ്റ് എന്ന് പറയും, സൂപ്പർ കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ സൂപ്പർ ഓഷ്യൻ, ഈ ഒറ്റ ലാൻഡ് മാസ് ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ സൂപ്പർ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പാൻജിയ എന്ന് പറയും. അതുപോലെ തന്നെ ഓഷ്യനും ഒറ്റ ഒരു സിംഗിൾ ഓഷ്യനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ പാന്തലാസ എന്ന് പറയും. അപ്പോൾ പാൻജിയ, സൂപ്പർ കോണ്ടിനെൻ്റ്, പാന്തലാസ, സൂപ്പർ ഓഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ പാൻജിയ എന്ന് പറയുന്നത് സിംഗിൾ ലാൻഡ് മാസ് ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കായിട്ട് പല സൈഡിലേക്കായിട്ട് നീങ്ങിപ്പോയി. അതാണ് കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇതിപ്പോൾ 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പിക്ചറാണ്. അന്ന് ഇങ്ങനെയായിരുന്നു കോണ്ടിനെൻറ്റ്സ് പാൻജിയ ആയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പിക്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം മുകളിലത്ത്, അതായത് നോർത്തേൺ സൈഡിൽ ലൊറേഷ്യ എന്നും സദേൺ സൈഡിൽ ഗോണ്ട്വാന ലാൻഡ് എന്നും എഴുതിയിട്ടുണ്ട്. ഈ പാൻജിയ എന്നുള്ള സൂപ്പർ കോണ്ടിനെൻ്റ് സ്പ്ലിറ്റായിട്ട് ലൊറേഷ്യ എന്നും ഗോണ്ട്വാന ലാൻഡ് എന്നും ആയി. അതിനുശേഷം ഇത് പിന്നെയും ഡിവൈഡ് ചെയ്ത് നീങ്ങി പോയിട്ടാണ് 65 മില്യൺ വർഷത്തിന് മുമ്പുള്ള ഈ ഒരു പിക്ചറെ പോലെ ആവുന്നത്. അതിനുശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മൂവ്മെൻറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം നീങ്ങി ഇന്ന് നമ്മൾ കാണുന്ന ഈ വേൾഡ് മാപ്പിലതുപോലെ ഉള്ള പൊസിഷനിലാണ് കോണ്ടിനെൻറ്റ്സ് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും, പണ്ട് ഇങ്ങനെ ഒരു സിംഗിൾ ലാൻഡ് മാസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പാൻജിയ അല്ലെങ്കിൽ സൂപ്പർ കോണ്ടിനെൻ്റ് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെയായി, അതിനുശേഷം കുറച്ചും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയായി, അതിനുശേഷം ലാസ്റ്റ് ഈ ഒരു ഫോമിൽ മാറി. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനെ ആയിരുന്നില്ല വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിശ്വസിച്ചത് കോണ്ടിനെൻറ്റ്സ് മൂവ് ചെയ്യുന്നില്ല എന്നായിരുന്നു. പക്ഷേ മറിച്ച് വിശ്വസിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആൽഫ്രഡ് വെഗ്നർ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കോണ്ടിനെൻറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹം ഒരു മെറ്റീരിയോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ശരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തെളിവുകൾ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം 4 തെളിവുകളാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം തെളിവുകൾ. ഒന്നാമത്തേത് അപ്പാരൻറ്റ് ഫിറ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ജിഗ്സ് ഓഫ് ഫിറ്റ് തിയറി എന്ന് പറയും. രണ്ടാമത്തേത് ഫോസിൽസ്, മൂന്നാമത്തേത് റോക്ക് ആൻഡ് മൗണ്ടെയ്ൻസ്, നാലാമത്തേത് പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷൻ. ഫസ്റ്റ് നമുക്ക് അപ്പാരൻറ്റ് ഫിറ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ജിഗ്സ് ഓഫ് ഫിറ്റ് തിയറി നോക്കാം. ഇതിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ മാപ്പിൽ കാണുന്ന കോണ്ടിനെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സൗത്ത് അമേരിക്ക ആഫ്രിക്കയുടെ ഈ ഗ്യാപ്പിൽ വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആകും എന്നുള്ളൊരു
കൺസെപ്റ്റാണ് അദ്ദേഹം ജിഗ്സോ ഫിറ്റ് തിയറിയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത് ഫോസിൽസിനെ കുറിച്ചാണ്. ഫോസിൽസ് എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഫോസിലിനെ കണ്ടോ, ഇതിൻ്റെ പേരാണ് മീസോസോറസ്. ഈ മീസോസോറസ് എന്ന് പറയുന്ന ജീവി ഷാലോ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നൊരു ജീവിയാണ്. ഓക്കെ, ഈ മീസോസോറസിൻ്റെ ഫോസിൽ നമ്മൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. മീസോസോറസിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് സൗത്ത് അമേരിക്കയുടെ ഈ ടിപ്പിലും ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഈ ടിപ്പിലുമാണ്. ഓക്കെ, അപ്പം ഇതിൽ ചെറിയൊരു ഐറണി ഉണ്ട്. അതായത് സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും ഇന്നത്തെ മാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഓഷ്യൻ ഉണ്ട്, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ ഇടയ്ക്കുണ്ടായിട്ട് കൂടി എങ്ങനെ ഈ മീസോസോറസ് സൗത്ത് അമേരിക്കൻ ആഫ്രിക്കയിലെത്തി? രണ്ട് സാധ്യതകൾ ആദ്യമേ നമുക്ക് തള്ളിക്കളയാം. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞു ജീവി ആയതുകൊണ്ട് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ നീന്തി കടന്ന് എന്തായാലും ആഫ്രിക്കയിലെത്തില്ല. രണ്ടാമത്തെ പറയുന്നത് ഇതൊരു ഫ്രഷ് വാട്ടർ ജീവിയാണ്, അതുകൊണ്ട് എന്തായാലും ഈ സോൾട്ട് വാട്ടറിൽ കൂടെ നീന്തില്ല. അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് തള്ളിക്കളഞ്ഞപ്പോൾ പിന്നെ ഒരു ക്ലൂ ഇല്ലാണ്ടായി. അപ്പോൾ അദ്ദേഹം പിന്നെയും കുറച്ചും കൂടി സ്റ്റഡി ചെയ്തു. ആ സ്റ്റഡിയിൽ അദ്ദേഹത്തിന് പിന്നെയും കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയറായി. അതായത് ഈ ഒരു ജീവി മാത്രമല്ല, മറ്റ് പല ജീവികളുടെയും ഫോസിൽസ് പല പല കോണ്ടിനെൻസിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. അതായത് സൈനോഗ്നാത്തസ് എന്ന് പറഞ്ഞൊരു വേറൊരു ജീവി, അതിൻ്റെ ഫോസിൽസ് കണ്ടത് സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലുമാണ്. വേറൊരു ജീവിനെ എടുക്കുകയാണെങ്കിൽ ലിസ്റ്റോസോറസ് എന്ന് പറഞ്ഞാൽ അടുത്ത ജീവി, ഇതിൻ്റെ ഫോസിൽസ് കണ്ടതാവട്ടെ ആഫ്രിക്കയിൽ, ഇന്ത്യയിൽ, പിന്നെ അന്റാർട്ടിക്കയിൽ. ഓക്കെ, നമുക്ക് ഒരു ജീവിയുടെയും കൂടെ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. അതായത് ഗ്ലോസോപ്റ്ററസ്. ഇതിനാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെൻസിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സൗത്ത് അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ആഫ്രിക്കയിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, അന്റാർട്ടിക്കയിൽ കണ്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ കണ്ടിട്ടുണ്ട്. ഈ പച്ച കളറ് ആ ഫോസിൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അതായത് ഗ്ലോസോപ്റ്ററസിനെ. ഓക്കെ, ഈ ഒരു പോയിൻറ്റോടെ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഈ ഫോസിൽസ് ഇങ്ങനെ പല കോണ്ടിനെൻറ്റുകളായിട്ട് സ്പ്ലിറ്റായിട്ട് കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ കോണ്ടിനെൻ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ ലാൻഡ് മാസ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പാൻജിയ. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ലാൻഡ് മാസ് സ്പ്ലിറ്റായിപ്പോയി. സ്പ്ലിറ്റായതോടെ ഈ ഫോസിൽസ് അല്ലെങ്കിൽ ഈ ജീവികൾ പല പല കോണ്ടിനെൻറ്റ്സിലായിപ്പോയി. അങ്ങനെയാണ് പിന്നീട് നമ്മൾ ഫോസിൽസ് ലഭിച്ചപ്പോൾ അത് പല പല കോണ്ടിനെൻറ്റുകളായി പോയിട്ട് കണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്, അതായത് ഫോസിൽസ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റോക്ക് ആൻഡ് മൗണ്ടെയ്ൻസ്. ഓക്കെ, നിങ്ങൾക്കിതിൽ ഓറഞ്ച് കളറിൽ കുറച്ച് പോയിൻറ്റ്സ് കാണാൻ പറ്റും. അതായത് മാച്ചിങ് ആയിട്ടുള്ള ഏൻഷ്യൻ റോക്സ് അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് ആണ് ഇതിൽ കാണുന്നത്, ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്. ഇതിൽ നോർത്ത് അമേരിക്കയിലെ അപ്പലാച്ചൻ മൗണ്ടെയ്ൻസ് ഉണ്ട്, ആഫ്രിക്കയിലെ അറ്റ്ലസ് മൗണ്ടെയ്ൻസ് ഉണ്ട്, സ്കാൻഡിനേവിയൻ മൗണ്ടെയ്ൻസ് ഉണ്ട്, പിന്നെ സൗത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ട് പോയിൻറ്റ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ടൈം, രണ്ടാമത് ഈ റോക്സിൻ്റെ മെറ്റീരിയൽ. ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടൈം എന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൗണ്ടെയ്ൻസ് എല്ലാം തന്നെ ഒരേ സമയത്ത് ഉണ്ടായതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, ഈ മൗണ്ടെയ്ൻസിൻ്റെ എല്ലാം ബേസിക് റോക്ക് മെറ്റീരിയൽസ് സിമിലറാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അതായത് സെയിം കാലഘട്ടത്തിലുണ്ടായ മൗണ്ടെയ്ൻസ്, അതും സെയിം റോക്ക് മെറ്റീരിയൽ കൊണ്ടുണ്ടായ മൗണ്ടെയ്ൻസ് പല പല കോണ്ടിനെൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ടായിട്ട് കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. സെയിം റീസൺ, അതായത് ഇത് മൗണ്ടെയ്ൻസ് ആണ് ആദ്യമായിട്ടുണ്ടായത്. ആദ്യം മൗണ്ടെയ്ൻസ് ഉണ്ടായി, അതായത് ആ സമയത്ത് ഇതൊരു ഒറ്റ ലാൻഡ് മാസ് ആയിരുന്നു. പിന്നീട് മൗണ്ടെയ്ൻ ഫോർമേഷന് ശേഷം ഈ ലാൻഡ് മാസ് സ്പ്ലിറ്റായിട്ട് ഇത് സെപ്പറേറ്റായി, അങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിലായി. അതുകൊണ്ടാണ് പല പല കോണ്ടിനെൻസുകളിലായിട്ട് കൂടി ഈ മൗണ്ടെയ്ൻസിനൊക്കെ സെയിം കാലഘട്ടവും സെയിം മെറ്റീരിയലും കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നതല്ല ഉള്ളത്. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് നമുക്ക് മൂന്നാമത്തേതായിട്ടുള്ളത്. ഇപ്പം നമ്മൾ 3 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തേത് ജിഗ്സോ ഫിറ്റ് തിയറി, രണ്ടാമത്തേത് ഫോസിൽസ്, മൂന്നാമത്തേത് റോക്ക് ആൻഡ് മൗണ്ടെയ്ൻസ്. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ പോയിൻറ്റ്,
നാലാമത്തെ പോയിൻ്റ് പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷൻസ്. പാലിയോ ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന കാലാവസ്ഥ. ഈ മാപ്പിൽ നോക്കാം. ഇതിൽ ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, ഈ റെഡ് കളറിൽ കാണുന്നത് ബിറ്റുമിനസ് കോളിൻ്റെ സോഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോയിൻ്റ് പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2 പോയിൻറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ബിറ്റുമിനസ് കോളിൻ്റെ ഒരു വെറൈറ്റിയാണത്. ബിറ്റുമിനസ് കോളിൻ്റെ ഒരു പോയിൻറ്റും രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് ആണ്. ഈ 2 പോയിൻ്റാണ് നമുക്ക് ഈ പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബിറ്റുമിനസ് കോളിൻ്റെ പോയിൻ്റ് നോക്കാം. ബിറ്റുമിനസ് കോളിൻ്റെ സോഴ്സസ് ആണ് ഈ കാണുന്നത്. അതായത് നോർത്ത് അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, പിന്നെ റഷ്യ, ഈ ഒരു സൈഡുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊക്കെ തണുത്ത സ്ഥലങ്ങളാണ് അല്ലേ. അതായത് നോക്കൂ, റഷ്യ, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഇതൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇനി ബിറ്റുമിനസ് കോളിൻ്റെ കാര്യം, അതായത് അതിൻ്റെ ഫോർമേഷൻ നോക്കാം. ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റിൽ വെജിറ്റേഷൻ അത് അടിഞ്ഞു കിടന്നിട്ട് സെഡിമെൻ്റായിട്ട് കംപ്രസ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്, ബിറ്റുമിനസ് കോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ബിറ്റുമിനസ് കോളിൻ്റെ പ്രത്യേകത. അതായത് വെജിറ്റേഷൻ വളരെ കൂടുതലുള്ള തിക്ക് ഫോറസ്റ്റുകളിലെ കാലങ്ങൾ കഴിയുമ്പോഴാണ് ഈ ബിറ്റുമിനസ് കോൾ നമ്മൾ കാണുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന ഈ പ്ലേസസിൽ ബിറ്റുമിനസ് കോള് കണ്ടുപിടിച്ചു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെ തിക്കായിട്ടുള്ള ഫോറസ്റ്റോ വെജിറ്റേഷനോ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പിന്നെ എങ്ങനെ ഈ ബിറ്റുമിനസ് കോളിൻ്റെ പ്രസൻസ് ഈ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടായി? ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തേത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ്. ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുകട്ടകൾ ഉരുകിയിട്ട് പോകുന്ന അതിനെയാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഈ മഞ്ഞുകട്ടകൾ ഉരുകിയിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു മഞ്ഞുകട്ടയാണെന്ന് വെച്ചോ. ഈ മഞ്ഞുകട്ട ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊരു പാറയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്ട്രയേഷൻസ് അതിൻ്റെ മുകളിൽ അത് വരുത്തും. ഇത് നമുക്കൊരു അറിയാനുള്ളൊരു പോയിൻ്റ് അവിടെ ലീവ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചില സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, ഈ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാകും പണ്ട് ഇവിടെ ഗ്ലേഷ്യേഴ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ സ്പോട്ടുകൾ നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചു. പക്ഷേ അതിൽ ഐറണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് നമ്മൾ കണ്ടുപിടിച്ച സ്പോട്ടുകളൊക്കെ തന്നെയും ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ടുള്ള സ്പോട്ടുകളായിരുന്നു. ഓക്കെ, അപ്പം ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുകട്ടകളാണ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? കൂളായിട്ടുള്ള സ്ഥലത്ത്. അതായത് ഇതുപോലത്തെ ഹൈ ലാറ്റിറ്റ്യൂഡിലാണ് ഗ്ലേഷ്യേഴ്സ് കാണുന്നത്. ഗ്ലേഷ്യേഴ്സും അതിൻ്റെ സ്ട്രയേഷൻസും, ഗ്ലേഷ്യേഴ്സ് ഉള്ളിടത്താണല്ലോ സ്ട്രയേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഗ്ലേഷ്യേഴ്സും ഗ്ലേഷ്യൽ സ്ട്രയേഷൻസും പൊതുവേ കാണപ്പെടുന്നത് കൂളായിട്ടുള്ള സ്ഥലത്താണ്. പക്ഷെ നമുക്ക് അതിൻ്റെ എവിഡൻസ് കിട്ടിയത് എവിടെ നിന്നാണ്? ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലേസസിലാണ്. അപ്പോൾ അതിലും ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ 2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് ബിറ്റുമിനസ് കോള് കണ്ടുപിടിച്ച സ്ഥലങ്ങൾ, രണ്ടാമത്തത് ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലങ്ങൾ. ഈ 2 സ്ഥലവും അതിൻ്റെ കണ്ടുപിടിച്ച സ്ഥലവും അതിൻ്റെ അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് കൂളായിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചത്? ബിറ്റുമിനസ് കോള്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഉണ്ടാവേണ്ട കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല വാമായിട്ട് ടെമ്പറേച്ചറുള്ള സ്ഥലത്താണ് നമ്മൾ ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനുള്ള ഐറണിയും കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് കൺക്ലൂഷൻ എത്താൻ പറ്റി. അതായത് പണ്ട് പാൻജിയ ഫോം ചെയ്ത സമയത്ത് ഇങ്ങനൊരു ക്ലൈമറ്റ് ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഈ കോണ്ടിനെൻസിലൊക്കെ തന്നെയും ഇന്ന് കണ്ടുകൊണ്ടിരുന്ന ഈ ക്ലൈമറ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അന്ന് അവിടെ ഇന്ന് ഈ ബിറ്റുമിനസ് കോള് കണ്ട സ്ഥലത്ത് വെജിറ്റേഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവിടെ ബിറ്റുമിനസ് കോൾ ഉണ്ടായി. അതിനാലാണ് നമ്മൾ ഇന്ന് കാണുമ്പോൾ ബിറ്റുമിനസ് കോളിൻ്റെ അവൈലബിലിറ്റി ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഇന്നത്തെ ക്ലൈമറ്റും അന്നുണ്ടായിരുന്ന ക്ലൈമറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ബിറ്റുമിനസ് കോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. കൂടാതെ ഇന്ന് വാമായിട്ടുള്ള സ്ഥലത്ത് ഗ്ലേഷ്യൽ സ്ട്രയേഷൻസ് കാണാൻ പറ്റി. ഈ ഒരു പോയിൻ്റാണ് നാലാമത്തെ പോയിൻറ്റ്, അതായത് പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ 4 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് ജിഗ്സോഫി തിയറി, രണ്ടാമത്തത് ഫോസിൽസ്, മൂന്നാമത്തത് റോക്ക് ആൻഡ് മൗണ്ടെയ്ൻസ്, നാലാമത്തത് പാലിയോ ക്ലൈമറ്റിക് ഇൻഫർമേഷൻസ്. ഇപ്പം 4 പോയിൻറ്റ്സ് ആയി. ഈ 4 പോയിൻറ്റ്സും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇതാണ്: പണ്ട് പാൻജിയ എന്ന് പറഞ്ഞൊരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നു.
ആ ലാൻഡ് മാസ് പിന്നീട് സ്പ്ലിറ്റായിട്ടാണ് പല ഭാഗത്തേക്ക് നീങ്ങി പോയിട്ട് ഇന്ന് കാണുന്നത് പോലെ ഉണ്ടായിരുന്ന ഒരു കോണ്ടിനെൻ്റൽ ഫോർമേഷൻ ഉണ്ടായത്. ഇന്ന് പോലെ കുഞ്ഞു കുഞ്ഞു കോണ്ടിനെൻറ്റ്സായി മാറിയത് അന്നത്തെ ഒരു പാൻജിയ എന്നുള്ള സിംഗിൾ ലാൻഡ് മാസ് എന്നാണുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പോയിന്റ് കേൾക്കുമ്പോൾ ഇത് വളരെ കറക്റ്റാന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതിൽ കുറച്ച് ഫ്ലോസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഫ്ലോസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതോടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. KS ട്യൂട്ടറിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതെല്ലാവരും ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. താങ്ക് യു.